സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ ഈ ഒരു 2026 PSC എഴുതുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് അല്ലേ. VFA എക്സാം വരാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലായിട്ട് VFA എക്സാം കാണും. LDC എക്സാം ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ LDC വിളിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജൂൺ, അടുത്ത വർഷം 2027 LDC എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കമ്പനി ബോർഡ് LGS എക്സാം വരാൻ പോകുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഏറ്റവും നല്ലൊരു വർഷം, കുറേ എക്സാംസ് നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ പീക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടൈമാണ് അല്ലെ. പഠിക്കാൻ എടുക്കേണ്ട എല്ലാ ടൈമും ഉപയോഗപ്പെടുത്തി യൂസ്ഫുൾ ആയി ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കേണ്ട സമയമാണ് ഈ ഒരു മാസങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ SCRT ടെസ്റ്റ് കൂടെ പഠിച്ചിരിക്കണം. ആ ഒരു പുതിയ SCRT ടെസ്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CCയിൽ PSCയുടെ എല്ലാ കോഴ്സുകൾക്കും ഇവിടെ ഓഫേഴ്സിൽ കോഴ്സസ് ലഭ്യമാണ്. അപ്പൊ ഈ മാസം മാർച്ച് 31 വരെയാണ് മെയിൻ ആയിട്ട് ഓഫേഴ്സിൽ നമുക്ക് കിട്ടുന്നത്. 50% മുതൽ 60% വരെ ഓഫേഴ്സിൽ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ മാർച്ച് 31 ആവാനായി. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. PSCയുടെ ഏത് കോഴ്സ് ആണെങ്കിലും, LDC, കമ്പനി ബോർഡ്, LGS അതുപോലെയുള്ള ഏതൊരു കോഴ്സസ് ആണെങ്കിലും ഇവിടെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസോട് കൂടിയുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. ജോയിൻ ചെയ്യാനുള്ള നമ്പർ 8590202323 ആണ് നമ്പർ. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിനായി. അതേപോലെ CC നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് CCയുടെ ലേണിംഗ് ആപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആൻഡ്രോയിഡിൽ നിന്നും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ പ്ലേയിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നും ലേണിംഗ് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠനം സ്റ്റാർട്ട് ചെയ്യുക. കോഴ്സസിന്റെ ഡീറ്റെയിൽസിനായി വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് LDC. ഇനി അടുത്ത വർഷം LDC ഇപ്പൊ തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ, ഒരു പ്ലാൻ വെച്ചിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ LDC നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ 2027 LDC വരാൻ പോകുന്നത്. ഈ വർഷം ലാസ്റ്റ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ SCRT സയൻസ് LDC പഠിക്കുന്ന സമയത്ത് സയൻസ് പഠിക്കുമ്പോൾ SCRT പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയല്ലോ. എല്ലാ ക്ലാസ്സസിനും ന്യൂ ടെക്സ്റ്റ് ബുക്ക് വന്നല്ലേ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്? SCRT നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം LDCക്ക്. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ഓർഡറിൽ പഠിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ SCRT ചാപ്റ്റേഴ്സ് ആണ് 5 മുതൽ 10 വരെയുള്ള SCRT ചാപ്റ്റേഴ്സിനെ പരിചയപ്പെടാം. ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം LDC പാസ്സാവാനായിട്ട്, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബയോളജി നോക്കാം. അപ്പൊ ബയോളജിയിൽ മനുഷ്യ ശരീരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോളജി പഠിക്കുമ്പോൾ നമ്മളെ മനുഷ്യരുടെ ശരീരത്തെ കുറിച്ചാണ് കൂടുതലും നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ മനുഷ്യ ശരീരം റിലേറ്റ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ചാപ്റ്റേഴ്സ് യൂണിറ്റ് നെയിം, ഏത് ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ടത് മനുഷ്യ ശരീരമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആയ 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമായ ഇന്ദ്രിയജാലം അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. അതിനുശേഷം 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നിവർന്നു നിൽക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കാനൊക്കെ സഹായിക്കുന്നത് അസ്ഥികളെ പറ്റിയാണ്. അപ്പൊ അസ്ഥി വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ 5ാം ക്ലാസ്സിലെ ഇന്ദ്രിയജാലം, 6ലെ നിവർന്നു നിൽക്കാം അസ്ഥി വ്യവസ്ഥ. ഇനി 6ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയ ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുമ്പോൾ കോശങ്ങളെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് അല്ലെ. കോശത്തിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയ ആഹാരത്തിലൂടെ ആരോഗ്യം. ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്, എങ്ങനെ ആരോഗ്യം സൂക്ഷിക്കാം എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. അതേപോലെ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം. അപ്പൊ ഇത്രയും മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സ്. ഇനി അടുത്തതായിട്ട് മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് ക്ലാസ് 7 7ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ. ഏതാണ്? മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവുമാണ്. ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയെ പറ്റിയും പറയുന്ന ചാപ്റ്റർ ആണ് 7ലെ 5ാമത്തെ ചാപ്റ്റർ. അടുത്തത് 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് ജീവന്റെ ഉത്ഭവം ജീവികളുടെയും. അത് അത്ര മാൻഡേറ്ററി ആയിട്ടില്ല, നോട്ട് മാൻഡേറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അത്രയും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ അല്ല. അപ്പൊ 8 ചാപ്റ്റർ 8 ജീവന്റെ ഉത്ഭവം ജീവികളുടെയും നോട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനി 8ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ കോശങ്ങളും കോശജാലങ്ങളും. ഇനി 8 18ാമത്തെ ചാപ്റ്റർ ആണ് ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രത്തിലെ 18ാമത്തെ ചാപ്റ്റർ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ, കോശ വിഭജനം, പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പൊ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്ന ചാപ്റ്ററിൽ കോശ വിഭജനത്തെ പറ്റിയും പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഇനി 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുമ്പോൾ അതും കോശത്തിന്റെ കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററും. ഓക്കെ, അപ്പൊ ഇത്രയും വരുന്നുണ്ട്. ഇനി വീണ്ടും മനുഷ്യ ശരീരത്തെ കുറിച്ച് തന്നെയുള്ള ചാപ്റ്റേഴ്സ് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും. ഇനി 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ശ്വസനവും വിസർജനവും. ഇപ്പൊ ദഹനം, ശ്വസനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ പ്രോസസ് ആണ് അല്ലെ. ഈ പ്രോസസ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിനു പിന്നിൽ, ചലിക്കാൻ സഹായിക്കുന്നത് അസ്ഥികളും പേശികളും ഒക്കെയാണ്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ചലനത്തിനു പിന്നിൽ. നെക്സ്റ്റ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 പ്രത്യുൽപാദന ആരോഗ്യം, ലൈംഗിക രോഗങ്ങൾ. അപ്പൊ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് പ്രത്യുൽപാദന ആരോഗ്യം. ഇപ്പൊ ലൈംഗികമായിട്ട് പകരുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്, എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ. ഇനി 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആയ ജീവന്റെ ജനിതകം DNA കുറിച്ചൊക്കെ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത്, ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ. അപ്പോ ഇനി പറയുമ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് 10ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും ഉണ്ട്. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ശ്വസനവും വിസർജനവും. ഇനി 10ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിനു പിന്നിൽ അസ്ഥി പേശി വ്യവസ്ഥ, അതിനെ കുറിച്ചൊക്കെയുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതൊക്കെ ഓരോ നമ്മൾ ബേസിക് ഫസ്റ്റ് പഠിക്കും, അതിനുശേഷം അതിന്റെ ഉയർന്ന ലെവൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ആ ഒരു നോളജ് കൂട്ടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ അസ്ഥികളെ കുറിച്ച് തന്നെ കുറെ ചാപ്റ്റേഴ്സ് കണ്ടല്ലേ, ചലനത്തിനെ കുറിച്ച് തന്നെ. അതിലൊക്കെ നോളജ് ഇങ്ങനെ ബേസിക് കാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററിലെ ഓരോ ക്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ ഉയർന്നു വരും തോറും. അപ്പൊ മനുഷ്യ ശരീരത്തെ കുറിച്ച് അത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഇനി പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നും ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 8ഉം. 5ാം ക്ലാസ്സിലെ 1, 4, 8 എന്നീ ചാപ്റ്റേഴ്സ് പരിസ്ഥിതി ശാസ്ത്രത്തെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ 1ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഒറ്റയല്ല ഒരു ജീവിയും, ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഒറ്റയല്ല ഒരു ജീവിയും. 4ാമത്തെ ചാപ്റ്റർ ആണ് ജീവനുള്ള വിത്തുകൾ. ഇനി 8ാമത്തെ ചാപ്റ്റർ ഏതാണ്? ജന്തുജാലങ്ങളാണ് 8ാമത്തെ ചാപ്റ്റർ, ജന്തുജാലങ്ങൾ. ഇനി 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോ 7ലെ 9ാമത്തെ ചാപ്റ്റർ ആയ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന പാഠം പരിസ്ഥിതി ശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 17ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന ശാസ്ത്രത്തിലെ 17ാമത്തെ പാഠഭാഗം വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, ആവാസ വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, അതും പരിസ്ഥിതിയെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. ഇനി 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം എന്താണ്? ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇപ്പൊ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുമ്പോൾ അതിനകത്ത് DNA ടെക്നോളജി, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇത്രയും ചാപ്റ്റർ പരിസ്ഥിതി ശാസ്ത്രം, ബയോളജിയിൽ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. LDC എക്സാംസ് നോക്കിയാലും ഏതൊരു PSC പരീക്ഷകൾ നോക്കിയാലും ഈ രോഗങ്ങളെ കുറിച്ചും രോഗകാരികളെ കുറിച്ചും ബയോളജിയിൽ സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും. അപ്പൊ ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ 5ാം ക്ലാസ്സിലെ 2ാം പാഠഭാഗത്തിലെ വ്യാധികൾ പടരാതിരിക്കാൻ, 2ാമത്തെ പാഠമായ വ്യാധികൾ പടരാതിരിക്കാൻ. ഇനി 6ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. അതിൽ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് പ്രമേഹം അതുപോലെയുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ക്ലാസ് 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർഗീകരണം, വൈറസ്, ബാക്ടീരിയ, DNA അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് വർഗീകരണം എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വർഗീകരണം. ഇനി 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്
പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, രോഗങ്ങൾ, രോഗകാരികൾ, വാക്സിനുകൾ, ബ്ലഡ് ഗ്രൂപ്പ് എന്നിവ. അപ്പൊ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണവ. ഇനി അടുത്തതായിട്ട് ബയോളജി പറഞ്ഞു കഴിഞ്ഞു. ഇനി കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ കെമിസ്ട്രി പറയുമ്പോൾ രസതന്ത്രമാണ്. അപ്പൊ രസതന്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലെ. ഏറ്റവും ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കണികകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ആറ്റം, തന്മാത്ര എന്താണെന്ന് കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കണം. അപ്പൊ ആറ്റത്തെ കുറിച്ചും തന്മാത്രകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി. അപ്പൊ ആറ്റം എന്താണ്, തന്മാത്ര എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലാണ് തുടക്കം. അതിൽ മാറ്റങ്ങളുടെ ലോകം, രാസഭൗതിക മാറ്റങ്ങളാണ് കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ചാപ്റ്റർ. രാസമാറ്റത്തെ പറ്റിയും ഭൗതിക മാറ്റത്തെയും പറ്റിയും പറയുന്ന 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ. ഇനി 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയ മാറ്റങ്ങളുടെ രസതന്ത്രം. ഈ ചാപ്റ്ററിലും രാസമാറ്റവും ഭൗതിക മാറ്റത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ രാസമാറ്റം, ഭൗതിക മാറ്റം, മറ്റു ചില എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ഇനി 8ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ ആണ് മൂലകങ്ങളും സംയുക്തങ്ങളും. മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ചാപ്റ്ററിൽ നമുക്ക് ആറ്റം എന്താണ്, തന്മാത്ര എന്താണ്, മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി 8ാം ക്ലാസ്സിലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ഥിതവൈദ്യുതിയാണ്. സ്ഥിതവൈദ്യുതി അത് മാറ്റത്തെ കുറിച്ചൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഇനി 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഏതാണ്, ആറ്റത്തിന്റെ ഘടന. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന. ആറ്റത്തിന്റെ ഘടന അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയും, അതിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ബോർ ആറ്റം മോഡൽ, അതേപോലെ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ, ജെ തോംസൺ ആറ്റം മോഡൽ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതായിട്ട് 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ, മൂലകങ്ങളും പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് 9ലെ 2ാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇനി 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അപ്പൊ പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള ഈ ഒരു 2 ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം. പീരിയോഡിക് ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇതിലുള്ള ചില ഭാഗങ്ങളൊക്കെ ഇലക്ട്രോൺ വിന്യാസം എന്നുള്ള ചാപ്റ്ററിലെ ക്വാണ്ടം നമ്പേഴ്സ് എന്നൊക്കെ വരുന്ന ഭാഗമുണ്ട്. ഈ ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ +1 മുന്നേ പഠിക്കാനുള്ളത്. ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനില്ലായിരുന്നു. പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ +1 കുറെ കാര്യങ്ങൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ +1 പഠിച്ചതൊക്കെ 10th 9th ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ 2 ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം നടന്ന ചില PSC എക്സാംസിന് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ വർഷം നടന്ന ചില എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റേഴ്സ് 2ഉം പഠിച്ചിരിക്കണം. പീരിയോഡിക് ടേബിൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലോഹങ്ങൾ, അലോഹങ്ങൾ. അറിയാലോ, PSC എഴുതുന്നവർക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ലോഹങ്ങളും അലോഹങ്ങളും. അപ്പോൾ അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ക്ലോറിൻ, ഈ 5 അലോഹങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അതേപോലെ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ലോഹങ്ങളുടെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്, ലോഹ നിർമ്മാണം പഠിക്കാനുണ്ട്, ലോഹ സങ്കരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ലോഹം നിർമ്മിക്കുന്നതും ലോഹസങ്കരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയ ലോഹങ്ങളും അലോഹങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോഹങ്ങളും അലോഹങ്ങളും, അലോഹങ്ങളുടെ പൊതുവായ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ അലോഹങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ലോഹങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ലോഹ നിർമ്മാണം ഒക്കെയാണ് ഈ ലോഹങ്ങൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെ അലൂമിനിയത്തെ ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോഹങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി 10ാം ക്ലാസ്സിലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ ആയ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമോണിയയുടെ നിർമ്മാണം, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം, അതൊക്കെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് പറയുന്നത്. 10ൽ 7ാമത്തെ ചാപ്റ്റർ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ, അതേപോലെ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ്. ഇനി അടുത്തതായിട്ട്
നമുക്ക് നോക്കാനുള്ള രാസപ്രവർത്തനങ്ങൾ, കെമിസ്ട്രിയിലെ ചില ഇമ്പോർട്ടന്റ് രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. രാസബന്ധനം, രാസപ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്ന് രാസബന്ധനം എന്ന ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ രാസബന്ധനം, സംയുക്തങ്ങൾ എങ്ങനെയാണ് സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ്, ബോണ്ട് ഫോർമേഷൻ ഒക്കെ എങ്ങനെയെന്ന് രാസബന്ധനത്തിൽ പറയുന്നുണ്ട്. അതേപോലെ 4ാമത്തെ ചാപ്റ്ററായ 9ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങൾ, റിഡോക്സ് പ്രവർത്തനങ്ങളിൽ രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിരോക്സീകരണം, ഓക്സീകരണം എന്നീ പ്രോസസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ. ഇനി 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ രാസഗതികവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ പറയുന്ന ചാപ്റ്ററാണ് രാസഗതികം. അപ്പൊ ഇത്രയും ചാപ്റ്ററാണ് രാസപ്രവർത്തനങ്ങൾ എന്ന ഭാഗത്ത് നിന്നും. പിന്നെ PSC പഠിക്കുന്നവർക്കറിയാം ആസിഡ് ആൻഡ് ബേസസ്, വളരെ ആസിഡും ആൽക്കലിയും വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അല്ലെ. അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് 10 വരെ, 5 മുതൽ 10 വരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററും ആണ്. ഇതൊക്കെ സയൻസ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. സയൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററും 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നീ ചാപ്റ്ററാണ് നമുക്ക് ആസിഡിനെ പറ്റിയും ബേസിനെ പറ്റിയുള്ള എല്ലാ ഐഡിയാസും തരുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ആസിഡ് എന്താണ്, ബേസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം. ഇനി അടുത്തത് വാതക നിയമങ്ങൾ. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് വാതക നിയമങ്ങൾ അല്ലെ. PSCയിൽ വാതക നിയമങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, അങ്ങനെയുള്ള ചില വാതക നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. വാതക നിയമങ്ങളും മോൾ സങ്കല്പവും 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ. ഇനി അടുത്തതായിട്ട് ലായനികൾ. ലായനികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലായനികൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിലായിട്ട് നമുക്ക് പഠിക്കാം? 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജലം നിത്യജീവിതത്തിൽ. ഇനി 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, ലായനികൾ, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന ചാപ്റ്റർ. ഇനി 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ജലം, അതിന്റെ ലയത്വത്തെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ലായനികൾ എന്ന ചാപ്റ്റർ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിൽ നമുക്ക് ലായനികളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ലായനികൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കാം. ഇനി അടുത്തതായിട്ട് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്, അതൊരു ചാപ്റ്ററാണ് വരുന്നത്. 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡെയിലി ലൈഫിലുള്ള ചില രസതന്ത്രം നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് കെമിസ്ട്രിയിൽ നിന്നും രസതന്ത്രത്തിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ്. 5 മുതൽ 10 വരെയുള്ള ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. അതിൽ അളവുകളും യൂണിറ്റുകളും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അളവുകളെ പറ്റിയും യൂണിറ്റുകളെ പറ്റിയും ഒക്കെ പറയുന്ന ചാപ്റ്റർ ആണ് 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗം. ഇനി ശബ്ദത്തിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ, ശബ്ദത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. ശബ്ദം, ശബ്ദവേഗം ഒക്കെ പറയുന്ന ചാപ്റ്റർ ആണ് 9ലെ 8ാമത്തെ ചാപ്റ്റർ. ഇനി 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ, 10ലെ 1ാമത്തെ ചാപ്റ്റർ എന്താണ്? ശബ്ദ തരംഗങ്ങൾ, വിവിധ തരം ശബ്ദ തരംഗങ്ങൾ, ആവർത്തന പ്രതിപതനം, ഇതൊക്കെ പറയുന്ന ശബ്ദത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ശബ്ദ തരംഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. ഇനി അടുത്തതായിട്ട് പ്രകാശം, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പ്രകാശവും PSCക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഭാഗമാണ്. ഇപ്പൊ പ്രകാശത്തെ കുറിച്ച് പറയുന്ന കുറച്ചധികം ചാപ്റ്റേഴ്സിന്റെ ഏതൊക്കെയാ നോക്കാം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായ പ്രകാശം പ്രതിപതിക്കുമ്പോൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ, പ്രകാശം പ്രതിപതിക്കുമ്പോൾ. ഇനി 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ഗോളീയ ദർപ്പണങ്ങൾ, ദർപ്പണങ്ങളെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. ഇനി 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിന്റെ അപവർത്തനം. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ലെൻസുകൾ. ഇനി 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇത്രയും പ്രകാശത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു പാഠഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. പ്രകാശത്തെ പറ്റി നമ്മൾ എല്ലാ രീതിയിലും ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബലമാണ്.
ബലത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 8ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമായ ചലനവും ബലവും. ഇനി 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മർദ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ ദ്രാവക മർദ്ദത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്ലവക്ഷമ ബലത്തിൽ ആർക്കിമിഡീസ് തത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആപേക്ഷിക സാന്ദ്രത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ ഉത്തോലകങ്ങൾ. ഇത്രയുമാണ് ബലത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ബലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റേഴ്സ്. ഇനി അടുത്തത് ചലനമാണ്. ചലനം അറിയാലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചലനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? 6ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായ ചലനം നിത്യജീവിതത്തിൽ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമായ ചലന സമവാക്യങ്ങൾ, 9ലെ 3ാമത്തെ പാഠമായ ചലന നിയമങ്ങൾ എന്നിവയാണ് ചലനത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ആക്കം, ഇതൊക്കെ ചലന നിയമങ്ങളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി താപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ താപം നിത്യജീവിതത്തിൽ. താപനില, തെർമോമീറ്റർ ഇവയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. താപം നിത്യജീവിതത്തിൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കരക്കാറ്റ്, കടൽക്കാറ്റ്, അതൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തതായിട്ട് പ്രവൃത്തി, പവർ, ഊർജം എന്നീ യൂണിറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. 5ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ചാപ്റ്റേഴ്സ് ആണ്. 5ലെ 6ാമത്തെ പാഠവും 9ലെ 6ാമത്തെ പാഠവും. ഊർജ സ്രോതസ്സുകൾ, പ്രവൃത്തിയും ഊർജവും എന്നിങ്ങനെയാണ് ചാപ്റ്റേഴ്സിന്റെ പേര്. അപ്പൊ ഈ ഒരു പ്രവൃത്തി, പവർ, ഊർജം, ഈ ഒരു ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും പഠിച്ചു വെക്കുക. ഇനി ഗുരുത്വാകർഷണം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ. ഗുരുത്വാകർഷണത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണത്തെ പറ്റി പറയുന്ന ചാപ്റ്റർ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും അല്ലാതെ ISROനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ 5ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ കയ്യെത്തും ദൂരത്ത് ആകാശം, ISRO, അതുപോലെ ആകാശഗോളങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അവയെ കുറിച്ചൊക്കെ. അപ്പോൾ 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ കയ്യെത്തും ദൂരത്ത് ആകാശം. അതേപോലെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഏതാണ്? ആകാശവിസ്മയങ്ങൾ. ആകാശവിസ്മയത്തിലാണ് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണത്തെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കാം. അതിനുശേഷം മറ്റൊരു ചാപ്റ്റർ വരുന്നത് സോഷ്യൽ സയൻസിലെയാണ്. 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററിൽ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറഞ്ഞിട്ട് ബഹിരാകാശത്തെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ചാപ്റ്ററും കൂടി ഫിസിക്സിലേക്ക് ഉൾപ്പെടുത്തി പഠിക്കുക. കാലാവസ്ഥ, ബഹിരാകാശത്തെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതും കൂടി ഫിസിക്സിലേക്ക് ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത് വരാൻ പോകുന്ന LDC എക്സാം ആയിക്കോട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും നമുക്ക് സയൻസിൽ നിന്നും സയൻസ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റഡ് ആയി അപ്പൊ പഠിച്ചിരിക്കേണ്ട പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ LDC എക്സാം ഇനി അടുത്ത വർഷമാണ് വരാൻ പോകുന്നത്. 2027 LDC എക്സാം ഉണ്ടായിരിക്കും. ഈ വർഷം ലാസ്റ്റ് വിളിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LDC എക്സാമിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് എന്നാണ് ബാച്ചിന് കൊടുത്തിരിക്കുന്ന പേര്. പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പൊ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സ് ലഭ്യമാണ്. LDC കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഹാഫ് പ്രൈസിലൊക്കെ കോഴ്സസ് ലഭ്യമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. ജോയിൻ ചെയ്യാനുള്ള നമ്പർ 8590202323 ആണ്. അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്.